ഹായ് ഫ്രണ്ട്സ്, ജോബിസ് വേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് പഴയ ജെറുസലേമിലാണ്. പഴയ ജെറുസലേമിലെ ഗാർഡൻ തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യേശുക്രിസ്തുവിൻ്റെ കല്ലറ കാണാൻ വേണ്ടി വന്നതാണ്. യേശുക്രിസ്തുവിന് 2 കല്ലറ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കുറച്ച് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഇവിടെയാണ്, ഇത് ഗാർഡൻ തോമ്പിലാണ് യേശുക്രിസ്തുവിൻ്റെ കല്ലറ എന്നാണ്. മറ്റു കുറച്ച് ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത്, ഞാനടക്കമുള്ള ക്രിസ്ത്യൻസിൽ വിശ്വസിക്കുന്നത് കാൽവരി പള്ളിയുടെ ഉള്ളിലൊരു കല്ലറയുണ്ട്, അതാണെന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ ഞാനുള്ളത് പഴയ ജെറുസലേമിലെ കോട്ടമതിലിന് പുറത്തായിട്ടാണ്. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്ഥലം കോട്ടമതിലിൻ്റെ ഉള്ളിലല്ല, കോട്ടമതിലിന് പുറത്തായിട്ടാണ്. അപ്പോൾ അത് ദമാസ്കസ് ഗേറ്റിന് ഓപ്പോസിറ്റുള്ള വഴി കൂടെയാണ് പോരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ട് കാണിക്കുന്നത് വഴി അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തൊട്ട് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്, ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കവിടെ ഒരു ബസ് സ്റ്റാൻഡ് കാണാൻ സാധിക്കും. ആ ബസ് സ്റ്റാൻഡ് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേലിൽ നിന്ന് കുറച്ച് ആളുകൾ IELTS പരീക്ഷയ്ക്ക് വേണ്ടി പാലസ്തീനിൽ പോകാറുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് എന്നെ വിളിച്ച് ചോദിക്കും എവിടെ നിന്നാണ് ബസ് കയറേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡാണ് നമ്മൾ പാലസ്തീനിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡ്. IELTS വേണ്ടി പോകുന്നവർക്ക് പോകാൻ വേണ്ടിയുള്ള ബസ് സ്റ്റാൻഡാണിത്. അതൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ആ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു ഇടവഴിയുണ്ട്. ആ വഴിയെ പോകുമ്പോഴാണ് നമുക്ക് ഗാർഡൻ തോമ്പിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഈ സ്ഥലം എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുകയില്ല. ചൊവ്വ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇത് തുറന്ന് പ്രവർത്തിക്കുള്ളൂ. അല്ലാത്ത ദിവസം ഇത് തുറന്ന് പ്രവർത്തിക്കില്ല. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഇവിടെ കാണുവാൻ വേണ്ടി വന്നിരുന്നു. ഞങ്ങൾ ഞായറാഴ്ചയാണ് വന്നിരുന്നത്. അതുകൊണ്ടാണ് ഞായറാഴ്ച ഇത് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇട ദിവസം ഒരു ദിവസം വരാൻ പറ്റി. അങ്ങനെയാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. യേശുക്രിസ്തു പീഡ സഹിച്ചു മരിച്ചു എന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുമെന്നാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. വിശുദ്ധ നാട്ടിൽ ഈശോയുടെ ജനനം, മരണം, ഉദ്ധാനം എന്നീ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുന്നതിന് അവിടെയെല്ലാം ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ചില സ്ഥലങ്ങൾ ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. ഈ ഇടവഴിയിൽ കൂടി കുറച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തലയോടിടം എന്ന മല നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കുരിശുമരണവും പുനരുദ്ധാനവും അനുസ്മരിക്കുന്ന പരമ്പരാഗത സ്ഥലം 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്ഥാപിച്ച ഹോളി സെപ്പൽച്ചർ ചർച്ചാണ്. എന്നിരുന്നാലും ആ പുരാതന ദേവാലയം സുവിശേഷ സംഭവങ്ങളുടെ യഥാർത്ഥ സ്ഥലമാണോ എന്ന് കുറഞ്ഞത് നിരവധി നൂറ്റാണ്ടുകളായി ചിലർ സംശയിക്കുന്നു. ഇന്ന് സ്കിൽ എന്നറിയപ്പെടുന്ന ഈ ബദൽ സ്ഥലം 1842 ഓട്ടോനിയസ് എന്ന ജർമ്മൻ പണ്ഡിതനാണ് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സ്ഥലമായി ആദ്യം നിർദ്ദേശിച്ചത്. ഈ പൂന്തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇടതുവശത്തായി ഒരു പരുക്കൻ പാറക്കെട്ടും അതിൽ ഒരു തലയുടെ ആകൃതിയും 2 കണ്ണും പോലെ നമുക്കത് തോന്നുമെന്നാണ് ഇത് കണ്ടുപിടിച്ച ആൾക്കാർ പറയുന്നത്. അതാണ് തലയോടിടം എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ തൊട്ട് മുൻപിലായിട്ടാണ് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കോട്ടമതിലിൻ്റെ ഒരു ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രദേശം ബൈബിൾ കാലഘട്ടത്തിൽ ഒരു പുരാതന ക്വാറിയുടെ ഭാഗമായിരുന്നു. പ്രാദേശികമായ വാക്കാലുള്ള പാരമ്പര്യമനുസരിച്ച് ഉപയോഗശൂന്യമായ ക്വാറി പിന്നീട് പുരാതന കാലത്ത് യഹൂദ അധികാരികൾ കല്ലെറിഞ്ഞ് വധശിക്ഷ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഇത് റോമാക്കാർ ക്രൂശീകരണ സ്ഥലമായും ഉപയോഗിച്ചിരുന്നു. ഈ ഗാർഡൻ തോമ്പിൻ്റെ ഉൾവശം കാണുവാൻ വേണ്ടി വളരെ മനോഹരമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലം തൊട്ട് ഇതിൻ്റെ അവസാനം വരെ അവർ വളരെ മനോഹരമായ ചെടികളാലും പൂക്കളാലും അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മരങ്ങളും ഒലിവ് മരങ്ങൾ പോലത്തെ ചെറിയ ചെറിയ മരങ്ങളും പലതരത്തിലുള്ള വൃക്ഷങ്ങൾ അവർ നട്ടുപിടിപ്പിച്ച് നനച്ച് പരിപാലിച്ചു പോരുന്നു. അതുപോലെ തന്നെ പോകുന്ന വഴിക്കൂടെയെല്ലാം ചെറിയ ചെറിയ ഇടവഴികൾ അവർ നമുക്ക് കാണുവാൻ വേണ്ടി ചെറിയ ചെറിയ ഇടവഴികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പോകുവാനും സാധിക്കും. 1894 ഈ തോട്ടം വീണ്ടും പുനർനിർമ്മിച്ചത്. അതിനുശേഷമാണ് ഈ കാണുന്ന പോലെ ഇത്ര ഭംഗിയായി ഇവർ കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നിർദ്ദേശങ്ങൾ തരാനും ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെയായി ഇവരുടെ ആളുകളുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ അവരത് വിശദമായി പറഞ്ഞു തരും. അതുപോലെ നമുക്കവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ചെറിയ ചെറിയ ക്ലാസ് നടത്തുന്ന പോലെ ചെറിയ ചെറിയ റൂമുകൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഈ കാണുന്ന സ്ഥലമാണ് ഈശോയുടെ
ശൂന്യമായ കല്ലറ എന്ന് പെന്തക്കൊസ്ത സഭാവിശ്വാസികളും പ്രൊട്ടസ്റ്റൻ്റ് സഭക്കാരും വിശ്വസിക്കുന്നത്. നമുക്ക് പോയി അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ജെറുസലേമിൽ എവിടെയാണ് യേശുവിൻ്റെ ക്രൂശീകരണം നടന്നത്, അവനെ സംസ്കരിച്ച സ്ഥലം എവിടെയാണ് എന്നൊക്കെ ഇപ്പോൾ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംഭവിച്ചത് ചർച്ച് ഓഫ് ഹോളി സെപ്പൽച്ചറിലാണോ അതോ ഗാർഡൻ തോമ്പിലാണോ എന്ന് ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊട്ടസ്റ്റന്റുകാർ വിശ്വസിക്കുന്നത് യേശുവിൻ്റെ സംസ്കരിച്ചത് ഇവിടെയാണെന്നാണ്. ആ കല്ലറയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ശൂന്യമായ കല്ലറ ഇത് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ശൂന്യമായിട്ടാണ് ഇരിക്കുന്നത്. മറ്റു ക്രിസ്തീയ വിശ്വാസികളായ സിറിയൻ ഓർത്തഡോക്സ്, റോമൻ കാത്തലിക്, ഗ്രീക്ക് ഓർത്തഡോക്സ്, അർമേനിയൻ, എത്യോപ്യൻ ഓർത്തഡോക്സ് എന്നീ സഭാവിശ്വാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഹോളി സെപ്പൽച്ചർ പള്ളിയിലാണ് കല്ലറ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഗാർഡൻ തോമ്പിൽ എന്താണ് പ്രൊട്ടസ്റ്റന്റുകാർ വിശ്വസിക്കുന്നത്. എന്തായാലും 2000 വർഷങ്ങൾക്കപ്പുറം ഏതാണ് യാഥാർത്ഥ്യമെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസം. പക്ഷേ എന്തായാലും രണ്ടിലും ഈശോ ഇല്ല. അവൻ സത്യമായും മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈശോയുടെ കല്ലറ, ഗാർഡൻ തോമ്പിലുള്ള കല്ലറ കണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം 2,50,000 US ഗാലൻ, ഏകദേശം 1000 ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാവുന്ന ഒരു മഴവെള്ള സംഭരണിയാണ്. അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, എങ്കിൽ പോലും ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ആ സ്ഥലം. ഇവിടുന്ന് കുറച്ച് ഈ കാണുന്നതാണത്. ഇതിൻ്റെ നിലവിലുള്ള രൂപത്തിൽ ഇത് കുരിശുദ്ധക്കാരുടെ കാലഘട്ടത്തിലുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ കാലത്ത് ഇവിടെ ഇത്രയും വലിയൊരു ജലസംഭരണി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല. അതുകൊണ്ട് ഇത് കുരിശുദ്ധക്കാർ നിർമ്മിച്ചതാകാനാണ് സാധ്യത എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയപ്പെടുന്നത്. ഇത് ജെറുസലേമിലെ ഏറ്റവും വലിയ മഴവെള്ള സംഭരണികളിൽ ഒന്നാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ പരിമിതമായ അറിവ് വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നായിട്ട് അറിയാമെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കാൽവരി പള്ളിയുടെ ഉള്ളിലുള്ള ഈശോയുടെ കല്ലറയുടെ ഒരു വീഡിയോയും കൂടി ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. വളരെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അതും കൂടെ എടുത്ത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.